ഇതെല്ലാം നിന്റെ തള്ളയുടെ വളർത്തുദോഷ. ഗുരുഗതിയും പൊരഗതിയും ഇല്ലാത്തവന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആലോചിച്ചില്ലായിരുന്നു കൂടും കുടുക്കെ എടുത്ത് തിരിച്ചിറങ്ങി പോരേണ്ടി വരുമെന്ന്. അപ്പച്ചി അത് എന്താടി മതില് ചാടിയ സ്പീഡ് കിട്ടിക്കാണത്തില്ല തിരിച്ചു കയറാൻ. എടി കണ്ണും കലാശവും കാണിക്കുന്ന അല്ലടി ജീവിതം. പുതുമോടി കഴിയുമ്പോ അവനവന്റെ തനി കുണം പുറത്തു വരും. അങ്ങനെയൊന്നും അല്ല അപ്പച്ചി, പണത്തിന്റെ കുറവേ ഉള്ളൂ മനോജിന്. ഓ പണം, അത് തന്നെയാടി പ്രശ്നം. ജോലി സാമ്പത്തികം ഉള്ളവന്റെ കൂടെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ ഇറങ്ങിത്തിരിക്കൂ. ഒരുത്തന്റെ തൊലി വെളുപ്പും ചാപ്പിളാച്ച് വർത്താനവും കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു കൊടും പട്ടിണി കിടക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടൊന്നും അല്ല അപ്പച്ചി ഞാൻ വന്നത്. അതപ്പച്ചി ഇവളെ കെട്ടിയ മനോജിന്റെ സഹോദരി ഉണ്ടല്ലോ, ജഗൻ കെട്ടിയ വന്ദന. നിർത്തടി. ഇവളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ പറയട്ടെ, ഇവക്ക് നാക്കുണ്ടല്ലോ. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പച്ചി. ആ കുഞ്ഞിനെ വന്ദന ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്ന് എനിക്കൊരു ചായ ഇട്ടോട്ട് വാ. ഞാനിപ്പോ ഇട്ടോണ്ട് വരാം അപ്പച്ചി. നിന്നോടല്ല, ഹരിതയോടാ പറഞ്ഞത് ചായ ഇടാൻ. അപ്പച്ചി 10 മിനിറ്റിനുള്ളിൽ കുളിച്ച് വൃത്തിയായി ചായ ഇട്ട് എന്റെ മുറിയിൽ വരണം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ആനന്ദവല്ലിയപ്പച്ചി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വന്നതല്ല, ആരോ വരുത്തിയതാവാനാണ് സാധ്യത. അത് അച്ഛനാവാൻ സാധ്യതയില്ല. സ്വാമിജി വന്ന് പോയതിനു ശേഷം അച്ഛന് വന്ദനയോടുള്ള സമീപനത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പച്ചി വന്ദനയോട് വളരെ മോശമായിട്ട് പെരുമാറിയില്ലേ? അപ്പച്ചി വന്ദനയോട് അങ്ങനെ പെരുമാറിയില്ല. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് ആരും ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇവിടേക്ക് വരാൻ തീരുമാനിച്ചപ്പോ തന്നെ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതോ. എല്ലാം സഹിക്കാനുള്ള ഒരു മനസ്സൊരുക്കി വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ജഗന്റെ അപ്പച്ചിയുടെ ഇപ്പോഴത്തെ വരവ് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാ. വന്നപ്പോ തന്നെ എന്റെ കുറെ കുറ്റങ്ങള് ഹരിതയും നിങ്ങളുടെ ഏട്ടത്തെയും കൂടെ ചേർന്ന് അവരുടെ കാതിൽ ഓതി കൊടുക്കുകയും ചെയ്തു. അതൊക്കെ വിട്ടേക്ക് വന്ദനെ. ആ കുടുംബ പൂജയ്ക്ക് പോണ്ടേ? പെട്ടെന്ന് റെഡിയാവും. എനിക്കൊന്നിനും ഒരു മനസ്സ് വരുന്നില്ല. അവിടെ ഒരാള് വന്ദന ചെല്ലുന്ന കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരിക്കും. ദിയമോള് പെട്ടെന്ന് റെഡിയാവും. അപ്പച്ചി വിളിക്കുന്നു നിന്നെ. നീ വാ, നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വന്ദനെ, നീ വേറെ റെഡിയാവും. ജഗ, നിനക്ക് വേണ്ടി ഇറക്കിയതാ ഞാൻ അപ്പച്ചി. ചെന്ന് കേറിക്കൊടു. ഇന്നത്തോടെ നിന്റെ കൊമ്പൊഴിയും. ഇതാണോ ജഗ നിന്റെ അച്ഛയുടെ മുറി? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വന്ന സമയത്ത് എനിക്ക് തന്നത് തെക്കേ അറ്റത്തെ മുറിയാ. അല്ലെങ്കിൽ ഈ മുറി ഞാനങ്ങ് എടുത്തേനെ. അല്ല, നിന്റെ അപ്പച്ചയായ ഞാൻ ഇവിടെ വന്ന കാര്യം നീ ഇതുവരെ അറിഞ്ഞില്ലേ? ആ അപ്പച്ചി വന്ന കാര്യം എല്ലാരും അറിഞ്ഞു കാണുമായിരിക്കും, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഭാര്യ അറിഞ്ഞില്ലേ? ഓ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല, അവൾ അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല.
അതെന്താടി നീ പറയാത്തത്? അല്ല, ഞാൻ പറയാൻ പോവായിരുന്നു. ഞാനിവിടെ വന്നപ്പോ നിന്റെ താലികെട്ട് കഴിഞ്ഞു എന്നറിഞ്ഞു. അപ്പച്ചിയെ വിളിച്ചു വരുത്തിയ ആള് പറഞ്ഞില്ലായിരുന്നു അത്? വിളിച്ചു വരുത്തിന്നോ? എന്താ ജഗ ഈ പറയുന്നേ? ഞാനപ്പച്ചിയെ വിളിച്ചു വരുത്തിയൊന്നുമില്ല. അതിന് വിദ്യയിടത്തെയാണ് വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ശരിയാണല്ലോ, ആവശ്യമില്ലാതെ അതിൽ കയറി പിടിക്കണ്ടായിരുന്നു. ശ്ശേ. അപ്പോ വിദ്യയിടത്തെയാണോ വിളിച്ചു വരുത്തിയത്? അയ്യോ അല്ല. വന്ദനെ, നീ പോയി റെഡിയാവും. ചെല്ല്. താലികെട്ടിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് നാട്ടു നടപ്പ്. 4 ആളെ കൂട്ടിയും പൊരുത്തം നോക്കിയും നാളും മുഹൂർത്തവും കുറിച്ചിട്ട് വേണം താലികെട്ട് നടത്താൻ. ഇതിലേതെങ്കിലും നിന്റെ താലികെട്ടിന് പാലിച്ചോ നീ? ജാതകദോഷമുള്ള ഒരുത്തിയെ എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവളെ താലി കെട്ടാൻ വന്നവൻ പകുതി വഴിക്ക് വെച്ച് കുടുംബത്തോടെ ചത്തുമലച്ചത് നീ അറിഞ്ഞതല്ലേ?